Good afternoon, everyone. I think I see quite a few faces that I'm familiar with. ഞാൻ പ്രതീക്ഷിച്ച കുറച്ച് മുഖങ്ങളുമുണ്ട്, പ്രതീക്ഷിക്കാത്ത കുറച്ച് മുഖങ്ങളുമുണ്ട്. ഇംഗ്ലീഷാണോ മലയാളമാണോ കംഫർട്ടബിൾ? I think we have people in the audience who are not familiar with Malayalam. Okay, so I think I'll probably do a mix of both, as I'm also comfortable, like in the interactive sessions, I tend to go into Malayalam anyway. So I'll start off with a basic question. Can you tell me how many of you have a law background? Okay. Okay, these are all my own interns, so, so I'm very happy to see them. In fact, Anjali here directly works with me, in fact, now, and they are also from GLC here. So I'm very happy to speak in front of this audience today. Sanju and I go back a long time. Sanju പറഞ്ഞ പോലെ 15 വർഷത്തോളം we all know each other. ഇവിടെ ഇൻഫാക്ട് സഞ്ജു, സച്ചിൻ, ഞങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ പണ്ട് തണൽ എന്ന് പറയുന്ന ഓർഗനൈസേഷനിൽ ഒരുമിച്ച് മീറ്റ് ചെയ്യുകയും പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയും ചെയ്തതാണ്. കഴിഞ്ഞൊരു 10 വർഷത്തിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണും, ഇടയ്ക്കിടയ്ക്ക് പോവും, പലരും പല സെക്ടറിലോട്ട് മാറിപ്പോയി. സഞ്ജു ഹാസ് ക്യാരിഡ് ഓൺ ദിസ് ബ്രില്യൻറ്റ് ഇനീഷ്യേറ്റീവ് ഓഫ് സസ്ത്ര along with Deepa Chechi and the team. One thing I'm most grateful to them is that they keep making platforms for us to come back together and keep brainstorming and go back. അവിടെ വെച്ചൊരു റിയൂണിയൻ പോലെയാണ്, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണും. Sachin has gone on to international development. I have done a mix of everything. Well, I think most of us have done a mix of everything, but I've come back to Kerala and I've been working with the local self-governments and state government here. ഞാനിപ്പം എവിടെ വർക്ക് ചെയ്യുന്നത് ഞാൻ ഒന്ന് ജസ്റ്റ് ബ്രീഫായിട്ട് പറയാം, എന്നിട്ട് അതിന്ന് പുറകിലോട്ട് പോവാം. സോ കറൻ്റ്ലി ഐ എം ദ പ്രോഗ്രാം കോർഡിനേറ്റർ ഓഫ് ദ ലീഗൽ റിസോഴ്സ് സെൻറ്റർ ഫോർ ലോക്കൽ ഗവർണൻസ് അറ്റ് ദ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. ടെക്നിക്കലി ഞാൻ കിലയിലാണ്, പക്ഷേ ഞാൻ വർക്ക് ചെയ്യുന്നത് ഇപ്പം സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൂടെയാണ്. അവിടെ നമ്മൾ മാലിന്യമുക്ത നവകേരളം വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഒരു ക്യാമ്പയിൻ ഇപ്പം ഒരു വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ലീഗൽ കോർഡിനേറ്ററായിട്ടാണ് ഞാൻ ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ശരിക്കും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഇതിൽ തന്നെയാണ്, റോളിൽ തന്നെയാണ് ഇപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഐ ഹാവ് എ ബാക്ക്ഗ്രൗണ്ട് ഇൻ ലോ. സ്പെസിഫിക്കലി ഐ വെൻറ്റ് ഇൻ ടു എൻവയൺമെൻറ്റൽ ലോ. അവിടെ നിന്ന് ഞാൻ ഒരു കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആയിട്ട് ഇപ്പം വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. കുറച്ച് നാൾ മുന്നേ വരെ ഐ വാസ് വർക്കിംഗ് വിത്ത് യുണെപ്പ്. ഐ വാസ് നാഷണൽ കൺസൾട്ടൻറ്റ് ഫോർ യുണെപ്പ്, വർക്കിംഗ് ഓൺ എ പ്രോജക്റ്റ് കോൾഡ് ഇക്കോസിസ്റ്റം ബേസ്ഡ് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ. അപ്പം അതിൽ കുറച്ചും കൂടെ ഒരു പ്രോഗ്രാം കോർഡിനേറ്റർ റോളായിരുന്നു, നോട്ട് സോ മച്ച് ഓഫ് ലീഗൽ. എൻ്റെ ജേണി പറയുകയാണെങ്കിൽ ഐ ഹവ് ഗോൺ ഫ്രം പ്രാക്ടീസിങ് അറ്റ് ദ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ടു working with a UN Environment Commission for Europe, UN Environment Commission for Europe, UN Economic Commission for Europe, അവിടെ ഒരു മൾട്ടിലാറ്ററൽ എൻവയൺമെൻറ്റ് അഗ്രിമെൻറ്റിൽ ഇൻറ്റേൺ ചെയ്ത് പിന്നെ അവിടെ നിന്ന് ഐ came down to Kerala and now I am working with the state government. ഒരു സെറ്റ് പാറ്റേൺ ഇല്ല എന്നുള്ളതാണ് ഇതിനകത്തെ മെയിൻ ഒരു ഇത് പറയാനുള്ളത്. നേരത്തെ ഹരി പറയുന്നതും കേട്ടു, നിങ്ങൾ കേട്ടു, ഇങ്ങനെ ഹരിയുടെ അതിനകത്തെ ജേണിയെപ്പറ്റി ഹരി കുറേ പറഞ്ഞു. ലോയിൽ തന്നെ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, നമ്മൾ കഴിഞ്ഞ ഒരു 10 വർഷത്തിൽ കണ്ട ജോബ് ഓപ്പർച്യൂണിറ്റീസ് അല്ല ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നതെന്നാണ്. മേ ബി വെൻ ഐ വെൻറ്റ് ഇൻ ടു ദ സെക്ടർ ഫസ്റ്റ്, വിച്ച് വാസ് ആസ് ഐ സെഡ് 10 years back, there was a lot of noise around or sound around the National Green Tribunal. At the time when I was doing my undergrad in NUAS, ആ സമയത്ത് the National Green Tribunal, many of you must be familiar with it. National Green Tribunal കേട്ടിട്ടുള്ളവരുണ്ടോ ഇവിടെ? എല്ലാവരും ഉണ്ടോ? ഓക്കെ, ഐ എം ഹാപ്പി ടു സീ ദാറ്റ് ഇറ്റ്സ് സ്റ്റിൽ ഇൻ ദ ന്യൂസ്. ആ സമയത്ത് ഇറ്റ് വാസ് മച്ച് മോർ ആക്റ്റീവ്. ഇറ്റ് വാസ് എ മച്ച് മോർ സോട്ട് ആഫ്റ്റർ തിങ്, യു നോ, അറ്റ് ദാറ്റ് ടൈം. അത് കഴിഞ്ഞ 10 years ഇതിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പ് മാറിയതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ്. സോ വെൻ ഐ വാസ് ലീവിങ് കോളേജ് ഐ തോട്ട് ഓക്കെ, ഈ ഒരു ജോബിൽ അവിടെ ലോയർ പ്രാക്ടീസ് ചെയ്യാനാണ് ഞാൻ ഇറങ്ങിയത്. പക്ഷേ പ്രാക്ടീസ് ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും as a lawyer I realized that this sector is shifting, because ആ ഒരു 10 yearsലാണ് ഭയങ്കരമായിട്ട് ഈ നമ്മുടെ നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ കീഴിൽ സോളാറിൻ്റെ ഭയങ്കര ഒരു എമർജൻസും സോളാർ മിഷൻ അങ്ങനെ കുറേ സംഭവങ്ങളുടെ കുറേ കൂടി ഒരു എമർജൻസി വന്നത് ആ ഒരു 10 yearsലായിരുന്നു. അപ്പോൾ അതിനകത്താണ് ഒരു ഭയങ്കരമായ ടെക്നോളജി ഷിഫ്റ്റ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. മോർ ഫ്രം, ഐ വുഡ് സേ ദാറ്റ് ഇറ്റ് ഷിഫ്റ്റഡ് എ ലിറ്റിൽ മോർ ഫ്രം ദ സോഷ്യൽ സെക്ടർ ഓൺ ടു എ മോർ ടെക്നിക്കൽ, ഇൻ ടു എ മോർ ടെക്നിക്കൽ ഏരിയ. അപ്പോൾ അത് ഞാൻ പറഞ്ഞു വരുന്നത്,
പോളിസി ഏത് ലൈനിലാണ് അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റൽ പൊളിറ്റിക്സ് ഏത് വഴിയിലാണ് പോകുന്നതെന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇൻ ദിസ് ഫീൽഡ്. നിങ്ങളിപ്പം ഐ ഡോണ്ട് നോ വാട്ട് ബാക്ക്ഗ്രൗണ്ട്സ് നിങ്ങൾ പലരും എവിടെ നിന്നാണെന്ന് എനിക്ക് എല്ലാവരുടെയും അറിയില്ല. തീർച്ചയായും നേരത്തെ ഹരി പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ബിക്കോസ് ആ ഒരു എൻവയൺമെൻറ്റ് മാറി ഓവർ ദ ലാസ്റ്റ് 10-15 years. പണ്ട് നമ്മൾ പറയുകയാണെങ്കിൽ കൂടുതലും നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും സൈലന്റ് വാലി മൂവ്മെൻറ്റിനെ പറ്റി ഫെമിലിയർ ആയിരിക്കും അല്ലേ? കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടാവല്ലോ. ഓക്കെ, സൈലന്റ് വാലി മൂവ്മെൻറ്റ് ഓഫ് കോഴ്സ് കേരളത്തിലെ എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നൊരു സിമിലർ ഒരു മൂവ്മെൻറ്റ് അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇതൊക്കെ നമ്മൾ ജീവിച്ചു പോകുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ഒരു ഹിസ്റ്ററിയാണ്. ഇത് നിങ്ങൾ ഓർക്കണം. ഇത് ഓരോ ഇവൻറ്റും ഓരോത്തിനെയും ട്രിഗർ ചെയ്തിട്ടുമുണ്ട്. ഇപ്പോൾ സൈലന്റ് വാലി മൂവ്മെൻറ്റ് കഴിഞ്ഞിട്ട് എൻവയൺമെൻറ്റ് മൂവ്മെൻറ്റ് ഇൻ കേരള ഹാസ് ടേക്കൺ എ ഹ്യൂജ് ഷിഫ്റ്റ്. അത് അവിടെ നിന്ന് കുറേ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരുപാട് ആക്ടിവിസ്റ്റിനെയും അല്ലെങ്കിൽ പ്രവർത്തകരെ നമ്മളിപ്പം ഒരുപാട് നമ്മുടെ ചുറ്റും കാണുന്നുമുണ്ട്. അതിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ തണലാണെന്നുണ്ടെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ കേരളം എല്ലാവരും അറിയുന്ന സുഗതകുമാരി ടീച്ചറൊക്കെ ശരിക്കും സൈലന്റ് വാലി മൂവ്മെൻറ്റിൻ്റെയൊക്കെ, അതുപോലെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, ഇവരൊക്കെ അതിൻ്റെ മുന്നിൽ നിന്നവരാണ്. അന്നൊന്നും ഒരിക്കലും കാലാവസ്ഥാ വ്യതിയാനമെന്നോ ക്ലൈമറ്റ് ചേഞ്ച് എന്നോ ഇതൊരു സെക്ടറോ ഒരു നമുക്ക് വർക്ക് ചെയ്യാവുന്ന ഒരു ഫീൽഡാണെന്നൊന്നും ആരും ആലോചിച്ചില്ല. അതൊരു സോഷ്യൽ മൂവ്മെൻ്റ് ആയിരുന്നു. പക്ഷേ കേരളം ആയതുകൊണ്ട് തന്നെ ഈ സോഷ്യൽ മൂവ്മെൻറ്റിൻ്റെ കോറിലിരിക്കുന്നത് എൻവയൺമെൻറ്റ് അല്ലെങ്കിൽ പരിസ്ഥിതി സംരക്ഷണം അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനം തന്നെയാണ്. ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയൊരു സിങ്കാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ സൈലന്റ് വാലി തന്നെയാണ്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ഒരുപാടുണ്ട്. ഞങ്ങൾ സ്കൂളിൽ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് എൻഡോസൾഫാൻ ട്രാജഡി സംഭവിക്കുന്നത്. ഞങ്ങൾ തണലിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യുമ്പോൾ ഞാൻ സച്ചിനും ഒരുമിച്ചാണ് ഇൻറ്റേൺഷിപ്പ് ചെയ്തത്. ആ സമയത്ത് സഞ്ജു അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ ശരിക്കും പറഞ്ഞാൽ കാസർഗോഡ് ആ പരിപാടി അന്ന് തണൽ ഭയങ്കരമായിട്ട് ഇതിൻ്റെ മുന്നിൽ നിന്നൊരു ഓർഗനൈസേഷനാണ്. അപ്പോൾ അന്ന് നമ്മൾ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മളെ ഇൻസ്പയർ ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ കണ്ടുപഠിച്ചതോ ഒരു എൻഡോസൾഫാൻ ആ ഒരു ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ അന്നത്തെ കോൺവെർസേഷൻ നമ്മൾ അന്നാണ് ഫോളോ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് 2018 എത്തുമ്പോഴാണ് പ്രളയം വരുന്നത്. അപ്പം നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ ഈ സോളാർ ഒരു ഷിഫ്റ്റ് വന്ന പോലെ തന്നെ കേരളത്തിൽ പെട്ടെന്നൊരു ഷിഫ്റ്റ് വന്നത് ഈ ഒരു സംഭവത്തോടെയാണ്. ബിക്കോസ് അതുവരെ കേരളത്തിൽ പലതരം കോൺവെർസേഷൻസ് ഉണ്ടായിരുന്നെങ്കിൽ പോലും 2018 പ്രളയം കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ആ കോൺവെർസേഷൻ ഷിഫ്റ്റ് ചെയ്തു. ഇത് ഇന്നിപ്പം കാലാവസ്ഥാ വ്യതിയാനമെന്നോ പരിസ്ഥിതി സംരക്ഷണമെന്നോ ഒന്നും നമ്മൾ കേരളത്തിലൊരു വെറുതെ ഇറങ്ങി നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാത്തവരില്ല. എല്ലാവർക്കും അറിയാം, എന്തെങ്കിലുമൊക്കെ അറിയാം. ഒരുപാടങ്ങ് അറിയത്തില്ലെന്നുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ അറിയാം. അത് ഈ 2018 പ്രളയം കൊണ്ട് മാത്രമാണെന്ന് ഞാൻ പറയില്ല. കാരണം പരിഷത്തൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ട് ഇതിനകത്ത് പ്രവർത്തിക്കുന്നതാണ്. ഞാൻ പറയുന്നത് ഈ ഫ്ലോ എങ്ങനെയാണ് പോകുന്നതെന്നുള്ളത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യണം. അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ തന്നെ കരിയറും ഷേപ്പ് ചെയ്യാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഞാൻ ആ 2018 പ്രളയത്തിൻ്റെ സമയത്ത് ഞാൻ മാസ്റ്റേഴ്സ് പുറത്ത് ചെയ്യുകയായിരുന്നു, ജനീവയിൽ ചെയ്യുന്നു. ആ സമയത്ത് അവിടെ ഞാനും കുറച്ച് ലോയർ ഫ്രണ്ട്സും കൂടെ ആ സമയത്ത് കേരളത്തിലെ സിറ്റുവേഷൻ കണ്ടിട്ട് നിയമങ്ങളിൽ എന്തൊക്കെ ഭേദഗതികൾ കൊണ്ടുവരണം, ഇന്ത്യയിലെ സ്പെസിഫിക് ആയിട്ട് കേരളത്തിലെ നിയമങ്ങളിൽ നമ്മൾ പരിസ്ഥിതി അല്ലെങ്കിൽ എൻവയൺമെൻറ്റ് ക്ലൈമറ്റ് ചേഞ്ച് ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ എന്തൊക്കെ റീകാലിബ്രേഷൻ കൊണ്ടുവരണം എന്ന് പറഞ്ഞ് ഡീറ്റെയിൽഡ് ആയിട്ടൊരു പേപ്പർ അനാലിസിസ് ചെയ്യുകയും അതിൻ്റെ ഒരു ബേസിസിലാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പുറകെ വന്ന കുറച്ച് സീരീസ് ഓഫ് ഇവൻസിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ തിരിച്ച് കേരളത്തിൽ വന്ന് ഈ ഒരു കേരളത്തിൽ അങ്ങനെ വന്നൊരു ഇതിനകത്തോട്ട് ഞാൻ തിരിച്ചു വരുന്നത്. അപ്പം ഞാൻ പിന്നെ വന്ന് വർക്ക് ചെയ്തത് മൊത്തം ഈ ഒരു ഇത് തന്നെയാണ്, ഈ ഒരു സെക്ടറിൽ തന്നെയാണ്. വന്ന് ഇവിടെ കിലയിലാണ് ജോയിൻ ചെയ്തത്. അപ്പം അവിടെ തൊട്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ കോർഡിനേറ്ററായിട്ട് കുറേ വർക്ക് എന്ന് രാവിലെ ഫഹദ് ഓൾറെഡി കുറേ പറഞ്ഞു കാണും. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് പെട്ടെന്ന് കേരളത്തിൽ വന്നു. അത് ശേഖർ സാറിൻ്റെ നമ്മുടെ ഡോക്ടർ ശേഖർ കുര്യാക്കോസ് നമ്മുടെ KSDMA ഹെഡ് പാർട്ട്ണർ ചെയ്യുകയാണ് ഇതിനകത്ത്. ശേഖർ സാറിൻ്റെ ഒരു ലീഡർഷിപ്പിലാണ് അത് പെട്ടെന്ന് കുറേ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കോർഡിനേറ്റേഴ്സ് വന്ന് കുറേ ജോലി വന്നു. അതുപോലെ തന്നെ KSDMA ഒരുപാട് പുതിയ ഓപ്പർച്യൂണിറ്റീസ് വന്നു. ഹസാർഡ് അനലിസ്റ്റ് ആണെന്നുണ്ടെങ്കിലും DM കോർഡിനേറ്റർ ആണെന്നുണ്ടെങ്കിലും അങ്ങനെ കുറേ ഓപ്പർച്യൂണിറ്റീസ് പുതിയ വന്നു. ക്ലൈമറ്റ് ചേഞ്ച് ഡയറക്റ്റ്ലി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാലാവസ്ഥാ വ്യതിയാനമൊന്നും ആയിരിക്കത്തില്ല കറക്റ്റ്. ചിലപ്പോൾ ഇത് എൻവയൺമെൻറ്റ് റിലേറ്റഡ് ജോബ്സ് കൂടി കുറേ കൂടെ പ്രോജക്ട്സ് ഇങ്ങോട്ട് വന്നു. കിലയിൽ ഇതുപോലെ കുറേ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വന്നു. കിലയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിലയും KSDMA കൂടെ ചേർന്നിട്ടായിരുന്നു DM കോർഡിനേറ്ററിൻ്റെ പോസ്റ്റ്. പക്ഷേ കിലയിൽ അല്ലെങ്കിൽ ഒരു ഫുൾ ഏരിയയിൽ നിൽക്കുന്ന കുറേ വിഷണറീസിൻ്റെ തന്നെ ഒരു ഐഡിയ വെച്ചിട്ട് തന്നെയാണ് ഇത് വന്നതെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. അപ്പം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു എങ്ങോട്ടാണ് ഇത് പോകുന്നതെന്നുള്ളതിനെ പറ്റി നമുക്കൊരു ക്ലിയർ ധാരണ വേണം. ഇത് ചിലതൊക്കെ പൊങ്ങും, ചിലത് കുറയും. നേരത്തെ ഞാൻ പറഞ്ഞു സോളാർ
നാഷണൽ ലെവലിൽ ഇപ്പം ഭയങ്കര ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഏരിയ ആണ്. പക്ഷേ കേരളത്തിൽ മേ ബി നമ്മൾ അത്രയും ഇപ്പോഴും കേൾക്കുന്നില്ലായിരിക്കും. നമ്മൾ എനർജി, റിന്യൂവബിൾ എനർജി ഒക്കെ പിന്നെയും കേൾക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോഴും കേരളത്തിൽ ഇപ്പോഴും ഒരു സോളാറിൻ്റെ ഒരു സ്ട്രെങ്ത് അത്രയും വന്നിട്ടില്ല. നാഷണൽ ലെവലിലോട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ സോളാർ ലെവൽ. അപ്പം നിങ്ങൾ ആലോചിക്കുമായിരിക്കും ചിലപ്പം എൻവയൺമെൻറ്റൽ ലോയേഴ്സിന് അവിടെ എന്താണ് കാര്യം. ഞാൻ ലോയുടെ ഒരു ബേസിസിൽ നിന്ന് പറയുകയാണെന്നേ ഉള്ളൂ. ഞാനും പ്രോജക്റ്റ് കോർഡിനേറ്റേഴ്സ് റോൾസ് ചെയ്തിട്ടുണ്ട്. അതിനകത്തും ലോയുടെ റോൾ പലപ്പോഴും ലിമിറ്റഡ് ആണ്. ലോയുടെ ഒരു ഓഡിയൻസ് മാത്രമല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട്. പക്ഷേ ഞാൻ പറയാണ്, ഈ എന്താ പറയുക, ലോ എന്ന് പറയുന്ന ഈ സോളാർ അല്ലെങ്കിൽ ആ രീതിയിലുള്ള സാധനങ്ങളിൽ പോലും ലീഗൽ റോൾസ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്ത് വരികയാണ്. ബിക്കോസ് നമ്മൾ പോളിസി സൈഡിലെ റോൾസ് ഉണ്ട്, അത് കൂടാതെ കോൺട്രാക്ട്സ് ആ റിലേറ്റഡ് അങ്ങനത്തെ ജോലികൾ ഒത്തിരി ഇപ്പം കൂടി വരുന്നുണ്ട്. ബിക്കോസ് അതൊരു പ്രൈവറ്റ് സെക്ടറിനെ എൻഗേജ്മെൻറ്റ് കൂടുമ്പോൾ തന്നെ അതിനകത്ത് പ്രൈവറ്റ് സെക്ടറുമായിട്ട് നമ്മൾ എങ്ങനെ ഇടപെടണം എന്നുള്ളതിൻ്റെ റിലേഷൻസ് ഡിഫൈൻ ചെയ്യുന്ന സാധനങ്ങളും ഒരുപാട് കൂടി വരികയാണ്. അപ്പം അങ്ങനെ ഈ സെക്ടർ അങ്ങ് മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞ് ഇപ്പം കാണുന്നൊരു സാധനം തന്നെ ചിലപ്പം ഒരു 2-3 വർഷത്തിനുള്ളിൽ തന്നെ ചിലപ്പം ഇനിയും മാറിയെന്ന് വരാം. ആ രീതിയിലാണ് ഇത് ഫുള്ളായിട്ട് മാറുന്നത്. പിന്നെ ഇത് കഴിഞ്ഞ് വേറൊരു കാര്യം, ഞാനിപ്പം ഗവൺമെൻറ്റുമായിട്ട് ഇത്രയും ചേർന്ന് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാൻ പറയാം, ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന വേസ്റ്റ് മാനേജ്മെൻറ്റിലാണെന്ന് പറയും. നമ്മളവിടെ സംസാരിക്കുമ്പോൾ അത് വളരെ ഓപ്പറേഷൻസ് റിലേറ്റഡ് ആണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ പോളിസി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ വേസ്റ്റ് മാനേജ്മെൻ്റ് ഒക്കെ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നത് കൂടുതലും ഫ്യൂച്ചറിസ്റ്റിക് ആണ്. നമ്മൾ ഇനിയും ഭാവി വരാൻ പോകുന്ന പോളിസി മറ്റേതും അങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷേ വേസ്റ്റ് മാനേജ്മെൻറ്റൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള പ്രശ്നങ്ങളാണ്. ഇപ്പം വി ആർ ഡീലിംഗ് വിത്ത് ഇറ്റ് ഇൻ റിയൽ ടൈം. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ക്ലൈമറ്റ് ചേഞ്ച് സൈഡൊന്നും ഞങ്ങൾക്ക് പറയാനൊന്നും അവിടെ നിന്ന് സമയം കിട്ടാറില്ല. നമ്മൾ ആലോചിക്കുമ്പോൾ അതിനകത്ത് ഒത്തിരി സൈഡ് ഉണ്ടെന്നുള്ളത് സത്യം തന്നെ. ഇൻഫാക്ട് ലാസ്റ്റ് ഡേ ദർ വാസ് എ കോൺവെർസേഷൻ അബൌട്ട് മീഥേൻ പ്രൊഡക്ഷൻ ഫ്രം അവർ ഓപ്പൺ വേസ്റ്റ് സംതിങ്. ലൈക്ക് ഐ വാസ് ജസ്റ്റ് ലിസ്ണിംഗ് ടു ഇറ്റ് ആൻഡ് വണ്ടറിങ് വാട്ട് ആർ വി ടോക്കിംഗ് അബൌട്ട്, ബിക്കോസ് വി ആർ നോട്ട് കൺസേൺഡ് വിത്ത് ദാറ്റ്, വി ആർ കൺസേൺഡ് വിത്ത് MCFs catching fire. അതാണ് നമ്മുടെ പ്രശ്നം. ലൈക്ക് നമ്മളിപ്പോൾ പറയുമ്പം സെക്ടറിലെ പ്രശ്നങ്ങൾ നിങ്ങളിപ്പം സംസാരിക്കുന്നത് കൂടുതലും ഇപ്പം നമ്മൾ കുറേ ഒരുപാട് പേര് സംസാരിച്ചതെന്ന് ഞാൻ പറയുന്നത് കുറേ കൂടെ ഡയറക്റ്റ് ഓപ്പറേഷൻസ്. മേ ബി ഐ ഹാവ് എ ഫീലിംഗ് ദറ്റ് യു വുഡൻറ്റ് ഹാവ് ഹേർഡ് സോ മച്ച്. മേ ബി ഫഹദ് വുഡ് ഹാവ് ഗിവൺ യു എ റിയൽ ടൈം an idea of how റിയൽ ടൈം ഓപ്പറേഷൻസ് വർക്ക്. പക്ഷേ ബാക്കിയും കുറച്ചും കൂടെ പോളിസി റിലേറ്റഡ് വർക്ക് ആയിരിക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക. പക്ഷേ ഈ വേസ്റ്റ് മാനേജ്മെൻ്റ് ഒക്കെ ഗവൺമെൻറ്റിനകത്ത് വർക്ക് ചെയ്യുമ്പം ഇത് ഒരു പോളിസി ഉണ്ട്, ശരിയാണ്, ഗവൺമെൻറ് മേക്സ് പോളിസി. പക്ഷേ അതിനകത്ത് റിയൽ ടൈം പ്രശ്നങ്ങളുണ്ട്. ആൻഡ് ഇതിനകത്ത് ഇപ്പം കേരളത്തിൽ ഗവൺമെൻറ് തലത്തിൽ എസ്പെഷ്യലി ആൻഡ് റിലേറ്റഡ് അസോസിയേറ്റഡ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന എൻജിനീയേഴ്സാണ്. അത് എൻവയൺമെൻറ്റൽ എൻജിനീയേഴ്സാണ്. എൻവയൺമെൻറ്റൽ സയൻസസ് പഠിച്ചിട്ടുള്ള ഇതിൻ്റെ സയൻറ്റിഫിക് സൈഡ് നന്നായിട്ട് അറിയാവുന്നവരുടെ നല്ലൊരു ആവശ്യം, കുറവെന്ന് ഞാൻ പറയില്ല, ഇതിനകത്ത് ഏറ്റവും കുറവെന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ ശരിക്കും ഒരു ആവശ്യം. അത് അതിനകത്തെ സോഷ്യൽ സൈഡ് മനസ്സിലാക്കുക. നേരത്തെ ഹരി പറഞ്ഞ പോലെ ആ സോഷ്യൽ സൈഡും കൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന എൻജിനീയേഴ്സ് ആണെങ്കിൽ അത്രയും നല്ലത്. എൻജിനീയേഴ്സ് ആണെങ്കിൽ ഇതിനകത്തോട്ട് വന്നിട്ട് മിക്കവാറും സോഷ്യൽ സൈഡ് പഠിക്കേണ്ടി വരും. കാരണം ഇതൊന്നും സോഷ്യൽ സൈഡ് ഇല്ലാതെ വർക്ക് ചെയ്യുന്ന ഫീൽഡുകളല്ല. ഭയങ്കരമായിട്ട് ഇതിൻ്റെ ഒരു ഇൻ്റർപ്ലേ വരുന്ന ഫീൽഡുകളാണ് ഇതൊക്കെ. ക്ലൈമറ്റ് ചേഞ്ച് ആണെങ്കിലും വേസ്റ്റ് മാനേജ്മെൻറ്റ് ആണെങ്കിലും ഒക്കെ നമ്മളതിൻ്റെ സയൻസോ അല്ലെ മെഷീനറി റൺ ചെയ്യാൻ മാത്രം പഠിച്ചാൽ പോരാ. വി ഹാവ് ടു ലേൺ ഹൗ ടു ഇൻട്രാക്ട് വിത്ത് പീപ്പിൾ, ഹൗ ടു മേക്ക് ദം അണ്ടർസ്റ്റാൻഡ് ദറ്റ് നെസസറി ആക്ഷൻ നീഡ്സ് ടു ബി ടേക്കൺ ഇൻ ദ മേ ബി നെക്സ്റ്റ് 5-10 years in order to achieve our results. അങ്ങനൊരു ലെവലിലോട്ടാണ് ഫീൽഡ് പോകുന്നത്. അപ്പം നിങ്ങളിവിടെ ബാക്കിയിരിക്കുന്നവർ ഏത് ഫീൽഡാണെന്ന് എനിക്ക് അത്രയും എൻവയൺമെൻറ്റ് സയൻസസിലെ സ്റ്റുഡൻസ് കാണുമല്ലേ? ഉണ്ടോ? എൻവയൺമെൻറ്റ് സയൻസ് സ്റ്റുഡൻസ് ഉണ്ട്. ബാക്കി ഇരിക്കുന്നവരൊക്കെ ഹൗ അബൌട്ട് യു? സോഷ്യൽ വർക്ക് ആണോ? ഓക്കെ, ഫൈൻ. ഇപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന, ഇൻഫാക്ട് വേസ്റ്റ് മാനേജ്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ക്വൈറ്റ് എ ഫ്യൂ ആർ MSW സ്റ്റുഡൻസ്. സോ the perspective they bring to our work is, you cannot match it. Because I realized recently that we were doing surveys in connection with our waste management work. I realized that some law interns that I had sent, no offense, but they were not able to convey, like you think that lawyers are used to in explaining things to people and generally communicative. അവർക്ക് മേ ബി ദേ ക്യാൻ ആർഗ്യൂ. പക്ഷേ ആ MSWക്കാർക്ക് ഡീറ്റെയിൽസ് ക്യാപ്ചർ ചെയ്യാനും അല്ലെങ്കിൽ അതിനകത്തോട്ട് എന്താ പറയുക, അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ജനങ്ങളുടെ ഒരു ആവശ്യം മനസ്സിലാക്കി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുമുള്ള ആ സ്കിൽ സെറ്റും ഇപ്പോഴും നമ്മുടെ ലോയേഴ്സിനില്ല, എനിക്കുമില്ല. ഞാനും ഒക്കെ ഇറങ്ങി പഠിച്ച് അനുഭവിച്ച് പഠിച്ചതാണ്. അപ്പോൾ ആ ഒരു ദിസ് ഇസ് മിക്സ് ദാറ്റ് ഇസ് നീഡഡ്.
നമ്മൾ ആ രീതിയിൽ തന്നെ ഇതിനെ കാണാം. പിന്നെ നിങ്ങൾ പ്രൈവറ്റ് സെക്ടറിൽ നിൽക്കുന്നോ ഗവൺമെൻറ് സെക്ടറിൽ നിൽക്കുന്നോ കമ്മ്യൂണിറ്റി ലെവലിൽ നിൽക്കുന്നോ അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു പാൻ ഇന്ത്യ ലെവലിലോ അല്ലെങ്കിൽ നാഷണൽ അങ്ങനെ ഒരു ലെവലിൽ നിൽക്കുന്നോ എന്നുള്ളത് യു നീഡ് ടു ഡിസൈഡ്. ഇങ്ങനത്തെ ചില കാര്യങ്ങൾ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഇത് വേണം. അതായത് എങ്ങനെയാണ് ഈ പൊളിറ്റിക്കൽ ഒരു സിനാരിയോ പോകുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ സിനാരിയോ ഇസ് ജനറലി ഇൻ ദ ഓൾമോസ്റ്റ് ഇൻ ദ റൈറ്റ് ബിക്കോസ് നമ്മൾ ഇന്ത്യ ആസ് സച്ച് നമ്മൾ അനുഭവിക്കുന്നത് കാരണം നമുക്കിപ്പം വേസ്റ്റ് മാനേജ്മെൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞൊരു റിയൽ ടൈം പ്രശ്നമാണ്. ബ്രഹ്മപുരം കഴിഞ്ഞപ്പോഴാണ് അത് ശരിക്കും ഒരു പ്രശ്നമായത്. കാലാവസ്ഥ വ്യതിയാനവും 2018 പ്രളയം കഴിഞ്ഞു. സോ വി ആർ അറ്റ്ലീസ്റ്റ് എസ്പെഷ്യലി ഇൻ കേരള വി ആർ റിയലി മൂവിങ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ. ദർ ഇസ് മോർ സൗണ്ട് അറൗണ്ട് ഇറ്റ്, ദർ ഇസ് മോർ ഓപ്പർച്യൂണിറ്റീസ് കമ്മിങ് അറൗണ്ട് ഇറ്റ്. ഇതിനകത്ത് തന്നെ നിങ്ങൾ കമ്മ്യൂണിറ്റി ലെവലിൽ നിൽക്കുന്നോ അതോ നിങ്ങൾ കുറച്ചും കൂടെ സ്റ്റേറ്റ് ലെവലിൽ നിൽക്കുന്നോ കുറച്ചും കൂടെ പോളിസി റോളിൽ നിൽക്കുന്നോ, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് സോർട്ട് ഔട്ട് ചെയ്ത് നീതി ചെയ്യണം. ആൻഡ് ഇതിനകത്ത് ചിലപ്പം നിങ്ങളുടെ സ്പെസിഫിക് എന്താ പറയുക സബ്ജക്റ്റ് ഏരിയ മൈറ്റ് മാറ്റർ എ ബിറ്റ്. കാരണം ലോയേഴ്സിന് ഒരിക്കലും ഒരു പരിധിക്കപ്പുറം ഗ്രൗണ്ടിലോട്ട് ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ് അൺലെസ് യു ആർ റെപ്രസെൻറ്റിങ് ക്ലയൻസ് ഇൻ കോർട്ട് ആൻഡ് ഓൾ. NGO സെക്ടറിലാണെങ്കിൽ കുറച്ചും കൂടെ MSWക്കാർക്കും എല്ലാവർക്കും ജോലികളുണ്ട്. പോളിസി സെക്ടറിലാണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും ഇപ്പം ഇൻക്രീസിംഗ്ലി റോളുണ്ട്. ആ രീതിയിൽ യു വുഡ് ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഫീൽഡ് വെയർ ഇറ്റ്സ് ഗോയിങ്. പിന്നെ നേരത്തെ പറഞ്ഞ സ്കിൽ സെറ്റിൻ്റെ കാര്യം, സ്കിൽ സെറ്റ് ഇപ്പം വളരെ ഒരു വിഷയമാണ്. വിഷയം എന്ന് തന്നെ പറയാം. ബിക്കോസ് ഇൻക്രീസിംഗ്ലി ചില സാധനങ്ങൾ ഒരു സ്കിൽ സെറ്റ് കൊണ്ട് മാത്രം നമുക്ക് സർവൈവ് ചെയ്യാം എന്ന് ഒരിക്കലും വിചാരിക്കരുത്. ആസ് എ ലോയർ ഞാനിപ്പം ലീഗൽ വർക്കാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പോലും ഇപ്പം ഐ വിൽ ഹാവ് ടു ഹാവ് എ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് GIS അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ്, ക്വാളിറ്റേറ്റീവ് റിസർച്ച്, ഇതൊക്കെ ബേസിക്സ് അറിഞ്ഞിരിക്കണം എസ്പെഷ്യലി ഇൻ ദിസ് ഫീൽഡ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് ഈ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ മിക്സ് ഓഫ് എവറിതിങ്. ഇറ്റ് ഈസ് നോട്ട് വൺ ഒരു ലീനിയർ അല്ല. ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്, മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ സെക്ടർ ഇങ്ങനെ മറിയുന്നതിൻ്റെ കൂടെ നമുക്ക് സ്പെഷ്യൽ സ്കിൽ സെറ്റ് ഇല്ലെങ്കിൽ പോലും സ്പെഷ്യലൈസ് സ്കിൽ സെറ്റ് ഇല്ലെങ്കിൽ പോലും വീൽ ഹാവ് ടു ഹാവ് എ മിക്സ് ഓഫ് എവറിതിങ്. എന്താണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബോസ് തന്നെ ഒരിക്കൽ ഇതുപോലെ ഒരു പരിപാടിക്ക് പ്യുവർ GIS ഒരു പരിപാടിക്ക് എന്നെ തള്ളി വിട്ടിട്ട് പറഞ്ഞു. ഞാൻ ചോദിച്ചു സാറേ അവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് ഒന്നും മനസ്സിലായി. അത് കുഴപ്പമില്ല നേഹ, ആ സെക്ടർ ആ ഫീൽഡ് എങ്ങനെ പോകുന്നത് നേഹയും കൂടെ അറിഞ്ഞിരിക്കണം. അവിടെ ചെന്ന് എനിക്ക് ബേസിക്കായി മനസ്സിലായുള്ളൂ. പക്ഷേ അത് നമ്മൾ മനസ്സിലാക്കുക ഇസ് ഓൺലി ദിസ്. അതുപോലെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻജിനീയേഴ്സ് ആണല്ലോ. ഇപ്പം ഓക്കെ ഭാരത് എഴുന്നേറ്റ് പോയി. ശുചിത്വ മിഷനിലെ ഭാരത് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ശുചിത്വ മിഷൻ്റെ ടെക്നിക്കൽ കൺസൾട്ടൻ്റ് ആയിട്ട് എഞ്ചിനീയറാണ് ഭാരത്. ഭാരതിനറിയാം, ഭാരതാണ് എന്നെക്കാളും കൂടുതൽ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ട്രെയിനിങ്സിന് സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂൾസ്, അതൊരു നിയമമാണ്. ആ റൂൾസ് എന്നെക്കാളും കോട്ട് ചെയ്യുന്നത് ഭാരതാണ്. ബിക്കോസ് ആ റൂൾസിനകത്ത് സ്പെസിഫിക് ആയിട്ട് അത് ലോ ആണെങ്കിലും അതിനകത്ത് എഞ്ചിനീയേഴ്സ് എന്താ ചെയ്യേണ്ടതെന്ന് എഴുതി വെച്ചേക്കുന്നത്. ഇപ്പം കേരള ഗവൺമെൻറ്റിലോ ട്രെയിൻ കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ എഞ്ചിനീയേഴ്സ് ഇൻഫാക്ട് ജോലിയെല്ലാം കഴിഞ്ഞിട്ട് പോയി ലോ ഡിഗ്രി എടുക്കുന്നവർ ഒത്തിരി പേരുണ്ട് ഇപ്പം കേരളത്തിൽ. അതൊരു ട്രെൻഡാണ് ഇപ്പം. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഞാൻ നേരത്തെ സ്കിൽ സെറ്റിൻ്റെ കാര്യം പറഞ്ഞു. ലോയേഴ്സ് GISO അല്ലെങ്കിൽ MSWക്കാർ GISൻ്റെ ബാക്ക്ഗ്രൗണ്ട് എടുക്കുക, ഒരു സ്കിൽ സെറ്റ് എടുത്ത് വെക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ബാക്കിയുള്ള. ഇപ്പം ടെക്നിക്കൽ എന്ന് നമ്മൾ വിളിക്കുന്ന ലോയിലോ അല്ല എൻവയോൺമെൻറ്റ് സയൻസസിലോ നിൽക്കുന്നോ അല്ല എഞ്ചിനീയറിംഗിലോ അല്ല എൻവയോൺമെൻറ്റ് സയൻസസിലോ നിൽക്കുന്നവരും ഒരു ലീഗലൊക്കെ ചെറിയൊരു ബാക്കിംഗ് അവരുടെ അറ്റ്ലീസ്റ്റ് ഫോക്കസ്ഡ് ഏരിയക്കകത്ത് ഒരു ചെറിയ ഡിപ്ലോമയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം എടുത്തു വെക്കുന്നതും നല്ലതാണ്. ഐ തിങ്ക് ഐ ജസ്റ്റ് സ്റ്റോപ്പ് ഹിയർ. I think I've spoken enough. I would like to, I can take any questions. Normally I try to make it a little more interactive, പക്ഷേ ഇന്നിപ്പം അതിനൊരു സാഹചര്യം കിട്ടിയില്ല. പോട്ടെ. ഓക്കെ, ആദ്യം തന്നെ ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്യട്ടെ. ഞാൻ ഗവൺമെൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്തല്ല ഇന്നിവിടെ ഇങ്ങനൊരു പരിപാടിക്ക് വന്നത്. ഇത് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഒരു കരിയർ കോൺഫറൻസിന് സംസാരിക്കാൻ വന്നതാണ്. എന്നാലും അതിനെ ഈ നമ്മുടെ ഒരു കോണ്ടെക്സ്റ്റിലോട്ട് കണക്ട് ചെയ്ത് ഞാൻ സംസാരിക്കാൻ ശ്രമിക്കാമെന്ന് പറയാം. ഇത് ഞാൻ അവിടെ പറഞ്ഞോളാം. അജിത്ത് പറഞ്ഞ പ്രശ്നം ഞങ്ങൾ നേരിടുന്നൊരു പ്രശ്നമാണ്, ഞങ്ങൾ നിരന്തരം കേൾക്കുന്നൊരു പ്രശ്നമാണ്. താഴെ ഡീസെൻട്രലൈസ്ഡ് ഗവർണൻസ് ആണെന്ന് പറയുമ്പോഴും ഉള്ള നമ്മുടെ ഒരുപാട് ചലഞ്ചസിനകത്ത് വരുന്ന ഒന്നാണ് അജിത്ത് പോയിൻ്റ് ഔട്ട് ചെയ്തത്. ഇവിടെ ഇരിക്കുന്നവർക്ക് ജസ്റ്റ് ഒന്നൊരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ, നമ്മൾ കേരള ഗവൺമെൻറ് ഇപ്പം മാലിന്യമുക്ത നവകേരളം എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ നടത്തുകയാണ്. ബ്രഹ്മപുരം തീപിടുത്തം കഴിഞ്ഞിട്ട് നമ്മൾ കേരളത്തിൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് തൊട്ടേ കേൾക്കുന്ന റെഡ്യൂസ് റീയൂസ് റീസൈക്കിൾ മാത്രമല്ല ഡൗൺ സ്ട്രീം സൊല്യൂഷൻസും, അതായത് മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റികൾ തൊട്ട് നമ്മുടെ ബാക്കി ഫോർവേഡ് ലിങ്കേജ് നമ്മുടെ റീസൈക്ലേഴ്സിന് കൊടുക്കുന്നതോ അതെല്ലാം ഒരു സിസ്റ്റത്തിനകത്ത് കൊണ്ടുവന്ന് പരമാവധി ഒരു സർക്കുലർ ഇക്കോണമിയിലേക്ക് ആക്കാൻ വേണ്ടി എടുക്കുന്ന പ്രയത്നങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ
ലോക്കൽ ലെവൽ LSG ലോക്കൽ സെൽഫ് ഗവൺമെൻറ് പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലും ഒരുപാട് പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് വരുന്നുണ്ട്. ശുചിത്വ മിഷനും ഉണ്ട്, ഇവിടെ സസ്തരയും ഒരുപാട് വർക്ക് ഇതിനകത്ത് ചെയ്യുന്നുണ്ട്, അസറും ഇപ്പോൾ ഇൻവോൾവ് ആവുന്നുണ്ട്. അജിത്ത് പറഞ്ഞ ഒരു സിമ്പിൾ അല്ല, പക്ഷെ വളരെ സീരിയസ് ഒരു പ്രശ്നമാണ്. അതായത് മൾട്ടിപ്പിൾ ഏജൻസീസ് ഡൂയിങ് ദ സെയിം വർക്ക് ഓൺ ദ ഗ്രൗണ്ട്. അത് നമ്മൾ ഈ ഫീൽഡിൽ ഇറങ്ങുമ്പം നിരന്തരം നമ്മൾ കാണുന്നൊരു പ്രശ്നമാണ്. അത് ഗവൺമെൻറ്റിനകത്ത് തന്നെ മൾട്ടിപ്പിൾ ഏജൻസീസ് ചെയ്യുന്നു എന്ന് പറയുന്നതിൽ ശരിയാണ്, വളരെ കഷ്ടമുള്ളൊരു കാര്യമാണ്. അത് ഈ ഏരിയയുടെ അത് എല്ലാ സെക്ടറിനകത്തും വരാം, പക്ഷേ ഈ ഒരു സ്പെസിഫിക് ഏരിയക്കകത്ത് ഇതിനകത്ത് മെയിനായിട്ടും വരുന്നത് ഒന്ന്, ഇതിനകത്ത് മൾട്ടിപ്പിൾ ഏജൻസീസ് ഇതിൻ്റെ ഒരു നേച്ചർ കാരണം. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു സ്റ്റേറ്റ് ലെവലിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് അജിത്ത് പറഞ്ഞ ഓരോ ഏജൻസിയും ഈ നടത്തുന്നു എന്ന് പറയുന്ന ഓരോ ഏജൻസിക്കും സ്പെസിഫിക് ആയിട്ട് ഇതിനകത്ത് വേറെ വേറെ ടാസ്ക്കാണ്. പക്ഷേ ഗ്രൗണ്ടിൽ ചെല്ലുമ്പം സെയിം RPമാരും സെയിം ഒബ്ജക്റ്റീവ്സും ഒക്കെ തന്നെ ആയിരിക്കും എന്നുള്ളൊരു പ്രധാന പ്രശ്നം അവിടെ നിൽക്കുന്നു. അത് നമ്മൾ അങ്ങോട്ട് ഈ ഫീൽഡിലോട്ട് ഇറങ്ങുമ്പോഴും നമുക്ക് തോന്നും ഭയങ്കര എല്ലാം ചെയ്യുന്ന ഓർഗനൈസേഷൻസും ഉണ്ട്, ഇതിനകത്ത് വളരെ സ്പെസിഫിക് ആയിട്ട് ചെയ്യുന്ന ഓർഗനൈസേഷൻസും ഉണ്ട്. എന്നാൽ അതുപോലെ പോളിസി നിൽക്കുന്നവരുണ്ട്, സയൻറ്റിഫിക് ഇത് മാത്രം നിൽക്കുന്നത്. ഇൻഫാക്ട് ഞാൻ നേരത്തെ ചെയ്തിരുന്ന യുണെപ്പിൻ്റെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ അതിനകത്ത് പോളിസി വാസ് ലിമിറ്റഡ്, ബാക്കി മൊത്തം ഇംപ്ലിമെൻറ്റേഷൻ ആയിരുന്നു. അത് ഇംപ്ലിമെൻറ്റേഷൻ റോളിൽ നിന്നുകൊണ്ട് നമ്മൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഫണ്ട്സ് യൂസ് ചെയ്ത് ഗ്രൗണ്ടിൽ ആക്ടിവിറ്റീസ് ചെയ്യുമായിരുന്നു. അപ്പോൾ അതിനകത്ത് പോളിസി വർക്ക് വളരെ കുറവായിരുന്നു, പക്ഷേ കൂടുതലും ഡയറക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ ആയിരുന്നു നമ്മൾ ഇൻവോൾവ് ആവുന്നത്. അത് ഈ ഒരു സെക്ടറിൻ്റെ ഒരു എന്താ പറയുക ഒരു രീതിയാണ്. അതിനകത്ത് ഒത്തിരി സ്പെഷ്യലൈസ്ഡും അല്ലാത്തവരും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിങ്ങനെ മുന്നോട്ട് കുറച്ച് നാൾ എടുക്കും സ്റ്റേബിൾ ആവാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. അജിത്തിൻ്റെ ക്വസ്റ്റ്യന് ഇതൊരു കൃത്യം ആൻസർ ആയെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്ലസ് ഇതിനകത്ത് നമ്മൾ കേരളത്തിൽ അറ്റ്ലീസ്റ്റ് ഗവൺമെൻറ് ലെവൽ പോളിസിയിൽ എടുക്കാൻ നോക്കുന്നൊരു അപ്രോച്ച് അറ്റ്ലീസ്റ്റ് ഇതിനെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ലെവലിൽ ഒരു നോഡൽ പോയിൻ്റായിട്ട് കൊണ്ടുവന്ന് എല്ലാം സോർട്ട് ചെയ്ത് ചെയ്യാനാണ്. അതിന് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ലെവലിൽ നമ്മൾ ചെയ്യുന്ന കുറേ എന്താ പറയുക എക്സസൈസസും ഉണ്ട്. ശരിക്കും ഡീസെൻട്രലൈസ് ഗവൺമെൻറ് കൂടെ അതാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ സസ്തരയാണെന്നുണ്ടെങ്കിലും അസറാണെങ്കിലും ഒക്കെ പലപ്പോഴും ഡയറക്റ്റ് ഓരോ LSG ആയിട്ട് ചേർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ തന്നെ സൗത്തിലോട്ട് തീരപ്രദേശത്ത് വർക്ക് ചെയ്യുന്ന CSF പോലത്തെ ഓർഗനൈസേഷൻസ് ഉണ്ട്. അവരൊക്കെ ഡയറക്റ്റ് പഞ്ചായത്ത് ലെവലിൽ തന്നെയാണ്. അതുപോലെ GIZ ഒക്കെ ചെയ്യുന്ന ഒത്തിരി പ്രോജക്ട്സും അവർ ഡയറക്റ്റ് കൊച്ചി കോർപ്പറേഷനുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്. നേരത്തെ അസർ പറഞ്ഞതും എനിക്ക് തോന്നുന്നു ഹരി പറഞ്ഞതും കൊച്ചി കോർപ്പറേഷനുമായിട്ട് ഡയറക്റ്റ് ചേർന്നാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ലെവലിൽ ആക്ടിവിറ്റീസ് നമ്മൾ കേരള ഗവൺമെൻറ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒന്ന് ഫോക്കസ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. LSG ഒരു ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എന്ന് പറയുന്ന അതിൻ്റെ ഒരു നോഡൽ ഏജൻസി ആയിട്ട് കൊണ്ടുവന്ന് അവിടെ ഡയറക്റ്റ് നമുക്ക് ഗ്രൗണ്ടിലോട്ട് ഇഫക്റ്റ് ഉണ്ടാവുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ശ്രമമാണത്. പക്ഷെ അത് ആയി വരാൻ സമയമെടുക്കും. ഈ പ്രശ്നം ഞാൻ നോട്ട് ചെയ്തിരിക്കുന്നു. എനിക്കതൊക്കെ ഉള്ളു പറയാൻ പറ്റില്ല. വേറെ എന്തെങ്കിലും? എൻ്റെ പേര് ആദിത്യ. ഞാൻ ശുചിത്വ മിഷൻ്റെ അണ്ടറിൽ 1 മന്ത് ഇൻറ്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2 കാര്യങ്ങളാണ് ഒന്ന് ചോദിക്കാൻ ആഗ്രഹമുള്ളത്. ഒന്ന്, സോഷ്യൽ വർക്കും നമ്മുടെ എൻവയോൺമെൻറ്റൽ ലോ പോളിസിയും കണക്ട് ചെയ്തിട്ടുള്ള ജോബ് സെക്ടറിനെ കുറിച്ച്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ ഇൻറ്റേൺഷിപ്പ് ചെയ്ത സമയം എനിക്ക് നാവായിക്കുളം ഗ്രാമപഞ്ചായത്തല്ല, കിളിമാനൂർ ഗ്രാമപഞ്ചായത്തായിരുന്നു കിട്ടിയിരുന്നത്, ബ്ലോക്ക് പഞ്ചായത്ത്. അപ്പോൾ അതിൽ ഓൾമോസ്റ്റ് 8 പഞ്ചായത്തുകളുണ്ടായിരുന്നു. സോ അതിൽ മെയിൻ ഫോക്കസ് പോയിരുന്നത് നാവായിക്കുളം ഗ്രാമപഞ്ചായത്തിലായിരുന്നു. സോ അതിൽ ഇവരെ അറിയിച്ചത് പഞ്ചായത്തിനും ഈ ഹരിതകർമ്മസേനയും തമ്മിൽ ഭയങ്കര ഒരു ക്ലാഷും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വേറൊന്നും കൊണ്ടല്ല, ലൈക്ക് അന്ന് ഞങ്ങൾക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ലൈക്ക് 1 മന്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് വർക്കില്ലല്ലോ, നമുക്ക് അവിടെ നിന്ന് വരണമല്ലോ. സോ ഞങ്ങൾക്കത് മുന്നോട്ട് പോകണമെന്നുണ്ടായിരുന്നു. അവരുടെ ആ ഒരു കൺസേൺസ് മുന്നോട്ട് കൊണ്ടുവന്നിട്ട് അവർക്ക് വേണമെന്ന് ആഗ്രഹം. പക്ഷെ ഞങ്ങൾക്കത് ലൈക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. സോ അത് ഇദ്ദേഹം ചോദിച്ച റിലേറ്റഡ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഈ എന്താണ് ഇൻ്റർസെക്ഷനിലുള്ള ജോലികളെ പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എൻവയൺമെൻറ്റൽ ലോ മാത്രമായിട്ട് ജോലിയില്ല. ദർ ആർ വെരി ഫ്യൂ ജോബ്സ് ഈവൻ നൗ, എസ്പെഷ്യലി ഇൻ കേരള. നമ്മൾ കുറച്ചും കൂടെ നാഷണൽ ലെവലിലോട്ട് പോവുകയാണെങ്കിൽ ഒരു കൺസൾട്ടൻസി റോളിലും അതുപോലെ തന്നെ എന്താ പറയുക കൺസൾട്ടൻറ്റ് കമ്പനീസിലെ ലോയേഴ്സായിട്ടുള്ള റോൾസ് പിന്നെയും ഇൻക്രീസ് ചെയ്ത് വരുന്നുണ്ട്. ഇനിയും ലോ സ്പെഷ്യലൈസേഷൻ വല്ലതും എടുക്കാൻ പ്ലാനുണ്ടോ? ഇല്ല, ഓക്കെ. ബിക്കോസ് അങ്ങനത്തെ റോൾസ് ഒരുപാട് ഇപ്പം വരുന്നുണ്ട്. ബിക്കോസ് ഇൻക്രീസിംഗ്ലി ഈ പറയുന്ന എന്താ പറയുക പ്രൈവറ്റ് സെക്ടറിലുള്ള തന്നെ കമ്പനീസിൻ്റെ കോൺട്രാക്ട്സും കംപ്ലയൻസും എൻവയൺമെൻറ്റ് ESG ഗവർണൻസ് അങ്ങനത്തെ മോണിറ്ററിങ്ങും അങ്ങനത്തെ കാര്യങ്ങളിനകത്ത് ഇൻക്രീസിംഗ്ലി നമുക്ക് ഭയങ്കരമായിട്ട് എൻവയൺമെൻറ്റൽ ലോയുടെ ഒരു കോർ വേണം.
അപ്പോൾ അതുകൊണ്ട് ആ സെക്ടറിൽ ഭയങ്കരമായിട്ട് എൻവയൺമെൻറ്റൽ ലോസ് ഫോക്കസ് ചെയ്യുന്നവർക്ക് ഇനി ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരും. അത് വലിയ ഫേംസ് തൊട്ട് താഴെ ലോയേഴ്സ് വരെ പ്രൈവറ്റ് സെക്ടറിൻ്റെയും കേസുകൾ നടത്തുന്നതും അല്ലെങ്കിൽ അവരുടെ കംപ്ലയൻസ് നോക്കുന്നതും അങ്ങനത്തെ ഒരു വലിയ ഇത് വരുന്നുണ്ട്. അദ്ദേഹം രണ്ടാമത് ചോദിച്ച ചോദ്യം ഇതിൻ്റെ ഒരു സോഷ്യൽ സൈഡിനെ പറ്റിയാണ്. അതിനകെ ഞാൻ ഇങ്ങനെ ഞാനിത് പറയാൻ ആളല്ല ശരിക്കും. നമ്മൾ ഈ സോഷ്യൽ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഇതിനകത്ത് ഫേസ് ചെയ്യുന്ന ഒരു നിരന്തരം പ്രശ്നമാണിത്. ഇതിനകത്ത് ശരിക്കും നമ്മൾ അത്യാവശ്യം നല്ല എന്താ പറയുക പേഷ്യൻസും അതുപോലെ തന്നെ ഇത് നടപ്പിലാക്കാൻ ഒരു നിർബന്ധ ബുദ്ധിയുണ്ട് പറയാൻ അത്ര ഒരു ഇതോടെ നിന്നാൽ മാത്രമേ ഇതിനകത്ത് പല കാര്യങ്ങളും നടത്തിയെടുക്കാൻ പറ്റുള്ളൂ. ഇതിനകത്ത് അജിത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആണെന്ന് പറഞ്ഞു. അപ്പം അതുപോലെ ഗ്രൗണ്ടിൽ ശരിക്കും ലീഡേഴ്സായിട്ട് കമ്മ്യൂണിറ്റി ലീഡേഴ്സായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നവരാണ് ശരിക്കും പറഞ്ഞാൽ സം ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഇൻഫ്ലുവൻസേഴ്സ്. അവരാണ് ഏറ്റവും കൂടുതൽ മാറ്റം വരുത്തുന്നത്. കാരണം നമുക്ക് ഈ സ്റ്റേറ്റിലോ അല്ലെങ്കിൽ നാഷണലോ അല്ലെങ്കിൽ കൺസൾട്ടൻസിയിലോ ഒക്കെ ഇരുന്ന് നമുക്ക് പറയാനേ പറ്റുള്ളൂ. പക്ഷേ ഇത് മുന്നോട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ കാര്യം അത് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി ലെവൽ ആക്ഷൻ തന്നെ നടക്കണം. കമ്മ്യൂണിറ്റിയിൽ ഒരു എന്താ പറയുക കമ്മ്യൂണിറ്റി ലീഡേഴ്സ് തന്നെ മുന്നോട്ട് വരണം. നമ്മുടെ മുന്നേ പറഞ്ഞ എല്ലാ മൂവ്മെൻറ്റ്സും എല്ലാം ഇങ്ങനെ കമ്മ്യൂണിറ്റി ലെവലിൽ തന്നെ വന്നതാണ്. അത് ആ ഒരു ഇതിലാണ് കേരളത്തിൽ ഷേപ്പായി വന്നിട്ടുള്ളത്. അപ്പോൾ മുന്നോട്ടും ഇത് തന്നെ ഇതിനെ പുഷ് ചെയ്യത്തുള്ളൂ. അല്ലാതെ അതൊരു ഗ്രൗണ്ടിൽ നിന്നൊരു ഡിമാൻഡ് വന്നതുകൊണ്ട് തന്നെയാണ് ഈ സെക്ടർ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കാണാത്തൊരു ടെക്നോക്രാറ്റിക് സൈഡിലോട്ട് മൊത്തമായിട്ട് ഇതങ്ങ് മാറിപ്പോവാനുമുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അതിലോട്ട് ആ ഒരു ഡിസ്കഷനിലോട്ട് ഞാനിപ്പോൾ എന്തായാലും പോകുന്നില്ല. വേറെ എന്തെങ്കിലും ഉണ്ടോ റാപ്പിയോ? വേറെ എന്തെങ്കിലും ഇല്ലെങ്കിൽ I think we can wrap it up. Okay. So with that, thank you Neha. A big applause to you. So, here come. Neha is quite accessible and she's also a good mentor if you talk to her. അപ്പോൾ ചായ സമയത്ത് ഇവിടെ കാണുമെങ്കിൽ please do go and talk to her. And also, if you want to closely work with Killa or Sujitha Mission, I'm sure ഇവർ ശുചിത്വ മിഷനിലുള്ള ഒരുപാട് പേരെ വി പേഴ്സണലി നോ. അപ്പം പ്ലീസ് ഡു കോൺടാക്ട് ആൻഡ് കണക്ട്. എസ്പെഷ്യലി ദർ ആർ പീപ്പിൾ ഹു ഹവ് ഡൺ ഇന്റേൺഷിപ്സ് ഇൻ ശുചിത്വ മിഷൻ. സോ വൺസ് അഗെയിൻ എ ബിഗ് താങ്ക്സ് Neha. Thank you.